ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ് സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ്, അദ്ദേഹം നിർവ്വാണം പ്രാപിച്ച കുശിനഗരം എന്നിവ ഉത്തർപ്രദേശിലാണ്. ജനനവും മരണവും എത്ര ദിവസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? 21 ദിവസത്തിനുള്ളിൽ. 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ. വീർ സവാക്കർ എയർപോർട്ട് പോർട്ട് ബ്ലെയറിലാണ്. ഇനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ കുറിച്ച് ചെറിയൊരു വിവരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. സെല്ലുലാർ ജയിൽ ആൻഡമാൻ നിക്കോബാറിലാണ്. ആൻഡമാനിനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ ആണ്. ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം നെതർലാൻഡ്സ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നിവയുടെ ആസ്ഥാനം നെതർലാൻഡ്സിലെ ഹേഗ് ആണ്. രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ 1000 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ, ശ്രീലങ്ക. കാർഷിക വിളകൾ. കാർഷിക വിളകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഖാരിഫ്, റാബി, സെയ്ദ്. അതിലാദ്യം ഖാരിഫ്. ഖാരിഫ് ഏതൊക്കെ വിളകളാണെന്ന് നമുക്ക് നോക്കാം. നെല്ല്, ജോവർ, ബജ്റ, റാഗി, ചോളം, നിലക്കടല, എള്ള്, ചണം, പരുത്തി. രണ്ടാമത്തേത് റാബി വിളകൾ: ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ. മൂന്നാമതായി സെയ്ദ്, തണ്ണിമത്തൻ, പഴങ്ങൾ, പച്ചക്കറികൾ. സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമ. സംസ്ഥാന സർക്കാർ മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡ് കേരകേസരി. സംസ്ഥാന സർക്കാർ മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡ് ഹരിതമിത്ര. സംസ്ഥാന സർക്കാർ മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന അവാർഡ് കർഷക മിത്ര. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഇ. ഹോർമോൺ വിറ്റാമിൻ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന വിശേഷണമുള്ളത് വൈറ്റമിൻ ഇ. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന രാസപ്രതീകം Fe. ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സൂര്യ. അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ, അതായത് 1897 അധ്യക്ഷത വഹിച്ചത് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ രൂപീകരണം 1885 ഡിസംബറിൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. അന്ന് പങ്കെടുത്ത പ്രതിനിധികൾ 72. തെഹരി അണക്കെട്ട് ഏതു നദിയിലാണ്? ഭാഗീരഥി, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് ലാഹോർ സമ്മേളനം 1929.
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത്? റാഷ് ബിഹാരി ബോസ്. ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഹരിതഗൃഹ പ്രഭാവമുള്ള ഏക ഗ്രഹം, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഭൂമിയുടെ ഇരട്ട, ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം എന്നീ വിശേഷണങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ. പഞ്ഞിക്കെട്ടുപോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘം, ക്യുമുലസ്. ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം 1996. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടെത്തിയത് എവിടെ വെച്ചാണ്? ലക്നൗ. സമരാത്ര ദിനം എന്ന്? സെപ്റ്റംബർ 23. കോള വിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തമായ വനിത? മൈലമ്മ. സന്നദ്ധ രക്തദാന ദിനം? ഒക്ടോബർ 1. ദീപ മേത്ത ഏതു രംഗത്ത് പ്രശസ്തയാണ്? സിനിമ. സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും അധികം തവണ നടന്ന വനിത? ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ താമസിച്ച വനിത? ബഹിരാകാശത്ത് ആദ്യമായി മാരത്തോൺ നടത്തിയ വനിത? ഈ വിശേഷണങ്ങൾക്കെല്ലാം അർഹയായ സുനിത വില്യംസ് ആണ്. 35ാമത് ദേശീയ ഗെയിംസിന്റെ വേദി? കേരളം. 2015 ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ നടന്നു. ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പൽ. ഗുഡ്വിൽ അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 61. വർഷം 1988. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ ജന്മദേശം? തമിഴ്നാട്ടിലെ മാങ്കൊമ്പിലാണ്. പാനിപ്പട്ട് യുദ്ധങ്ങൾ? ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556. അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തി. മൂന്നാം പാനിപ്പട്ട് യുദ്ധം 1761. അഹമ്മദ് ഷാ അബ്ദാലിയും മഹാരാഷ്ട്രരും തമ്മിൽ. ചിലപ്പതികാരം ആരുടെ കൃതിയാണ്? ഇലങ്കോവടികൾ. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ശകവർഷം ആരംഭിച്ചത് AD 78. ഹിജറ വർഷം ആരംഭിച്ചത് AD 622. തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവ്? മാർത്താണ്ഡവർമ്മ. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? കുരുമുളക്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ചെറുതുരുത്തി. കേരള സംഗീത നാടക അക്കാദമി? ചെമ്പുക്കാവ്, തൃശ്ശൂരാണ്. തുഞ്ചൻ സ്മാരകം? തിരൂർ. മൺസൂണിന് പിന്നാലെ
ആരുടെ പുസ്തകം? അലക്സാണ്ടർ ഫ്രേറ്റർ. ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന എടയ്ക്കൽ ഗുഹ ഏതു ജില്ലയിലാണ്? വയനാട്. സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് കോളൻ കൈമ. ചെടികളുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലിയറൻ കൈമ. മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദപരിധി എത്ര? 125 ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. മനുഷ്യന്റെ ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. രക്തത്തിൽ നിന്നും മൂത്രം വേർതിരിച്ചെടുക്കുന്നത് വൃക്കധമനികൾ. വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ. രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റി രക്തം ശുദ്ധീകരിക്കുക എന്നത് വൃക്കയുടെ ധർമ്മം. എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ്? തസ്ലിമ നസറീൻ. നവജീവൻ എക്സ്പ്രസ് തീവണ്ടി ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ? ചെന്നൈ, അഹമ്മദാബാദ്.